പരിശുദ്ധ സഭയുടെ ദൈവശാസ്ത്രത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദു അത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മ ഭൂമിയിലുള്ള ഭക്തന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരേ ഒരു കാര്യമുള്ളൂ, ഒരു അഭ്യർത്ഥനയുള്ളൂ. അത് ഏതെന്നറിയോ? ഹല്ലേലൂയാം, ഹല്ലേലൂയാം. വിശുദ്ധ കുർബാനയിൽ എല്ലാവരും സംബന്ധിച്ചായിരുന്നോ? പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥൽ അഭയപ്പെട്ട് നമ്മളൊക്കെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ സഭയുടെ ഒരു പ്രത്യേകത എന്തെന്നറിയോ? ഈ പരിശുദ്ധ സഭയുടെ ദൈവശാസ്ത്രം അതിൻ്റെ കേന്ദ്ര ബിന്ദു ആരെന്നറിയോ? പരിശുദ്ധ സഭയുടെ ദൈവശാസ്ത്രത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദു അത് പരിശുദ്ധ അമ്മയാണ്. കാരണം ഒരു ഉദാഹരണം പറഞ്ഞു തരാം. നിങ്ങൾ ജനുവരി 15 എന്താണ്? ജനുവരി 15 കതിരുകളെ പ്രതിയുള്ള ദൈവമാതാവിൻ്റെ, നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. മെയ് 15 വിത്തിനെ പ്രതിയുള്ള ദൈവമാതാവിൻ്റെ, ഓഗസ്റ്റ് 15 ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ. നോക്കിക്കേ, മാതാവിനെ മാസത്തിൻ്റെ മധ്യത്തിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചേക്കാണ് പരിശുദ്ധ സഭ. ശ്രദ്ധിച്ചോ? നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിക്കുന്ന നോക്കണം. എപ്പോഴെങ്കിലും ഈ പെരുന്നാളൊക്കെ ആഘോഷിക്കുമ്പോഴേ മാസത്തിൻ്റെ മധ്യത്തിൽ ജനുവരി 15, മെയ് 15, ഓഗസ്റ്റ് 15 ഈ മാസത്തിൻ്റെ മധ്യത്തിൽ പരിശുദ്ധ അമ്മയുടെ ഇങ്ങനെ പരിശുദ്ധ സഭ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചേക്കാണ് പെരുന്നാൾ ആഘോഷിക്കാനായിട്ട്. പിടുത്തം കിട്ടുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആഴ്ചയുടെ മധ്യത്തിൽ ഏത് ആഴ്ച ദിവസമായിട്ട് വരും? ബുധനാഴ്ച. നോക്കിയേ, മാസം കഴിഞ്ഞാൽ ആഴ്ചയുടെ മധ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പരിശുദ്ധ സഭ ബുധനാഴ്ച പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള മധ്യസ്ഥ പ്രാർത്ഥന അഭയപ്പെട്ട് പ്രാർത്ഥിക്കണമെന്നാണ് അല്ലേ? ബുധനാഴ്ച അന്ന് നമ്മൾ എന്ത് ചെയ്യും? നോമ്പെടുക്കും, നമ്മൾ ഉപവസിക്കും, നമ്മൾ പ്രാർത്ഥിക്കും. പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ഒരു യാത്രയാണ് ആഴ്ചയുടെ മധ്യത്തിൽ, അതായത് ബുധനാഴ്ച എന്ന് പറയുന്നത്. കണ്ടോ? അങ്ങനെയാണെങ്കിൽ ദിവസത്തിൻ്റെ മധ്യം എന്ന് പറയുന്നതാണ് 3-ാം മണി അല്ലേ? ദിവസത്തിൻ്റെ മധ്യത്തിൽ പരിശുദ്ധ സഭയുടെ കണക്കനുസരിച്ച് അത് 3-ാം മണിയാണ്. 3-ാം മണിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനയാണ്. ഏതാണ്? ദൈവത്തിൻ ജനനി മറിയാമേ. കണ്ടോ? അത്ഭുതമായി സൽഫലമേകിയൊരതരുമൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏതാ പാട്ട്? ശുദ്ധിമതി. കണ്ടോ? പരിശുദ്ധ സഭ 3-ാം മണി പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനയാണ്. ഇത് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ടാണ് പരിശുദ്ധ സഭ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ദാണ്ടെ ദൈവശാസ്ത്രം, പരിശുദ്ധ സഭയുടെ ദൈവശാസ്ത്രത്തിൻ്റെ കേന്ദ്ര ബിന്ദു അതാണ്. ആരാണ്? പരിശുദ്ധ അമ്മയാണ്. എല്ലാത്തിലും പരിശുദ്ധ അമ്മയോടൊക്കെ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ തിരിച്ചറിവ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശക്തമായിട്ടൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ ഭൂമിയിലുള്ള ഭക്തന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരേ ഒരു കാര്യമുള്ളൂ, ഒരു അഭ്യർത്ഥനയുള്ളൂ. അത് ഏതെന്നറിയോ? പരിശുദ്ധ ദൈവമാതാവ് ഭൂമിയിലുള്ള ഭക്തന്മാരോട് പറഞ്ഞ ഒരേ ഒരു കാര്യം, അത് ഹല്ലേലൂയ, അത് തന്നെ. എന്താണത്? അമ്മ പറഞ്ഞു, അവൻ പറഞ്ഞതുപോലെ കേൾക്കണം, ചെയ്യുവിൻ. ഇത് നിങ്ങൾ മനസ്സിലേക്ക് കടന്നു വരണം കേട്ടോ. ഭൂമിയിലുള്ള ഭക്തന്മാരോട് അമ്മ പറഞ്ഞ ഒരേ ഒരു കാര്യമാണ്. എന്താണ്? അവൻ പറഞ്ഞതുപോലെ ചെയ്യുവിൻ. അവൻ പറഞ്ഞതുപോലെ ഒന്ന് കേൾക്ക്. ഭൂമിയിലുള്ള ഭക്തന്മാരായ എന്നോടും നിങ്ങളോടും പറഞ്ഞു വെക്കുകയാണ് അല്ലേ? നമ്മളിങ്ങനെ വിശേഷിപ്പിക്കുന്നതാണ്, പിതാക്കന്മാരൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട് 2-ാം സ്വർഗമെന്നും പിന്നെയോ ഗോവണി എന്നും 2-ാം ഹൗവ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന പരിശുദ്ധ അമ്മ ഭൂമിയിലുള്ള ഭക്തന്മാരായ എന്നോടും നിങ്ങളോടും പറയാണ്, ഈ കാലഘട്ടത്തിൽ പറയാണ്. ഏത്? കാനാവിലെ കല്യാണ വീട്ടിൽ പരിശുദ്ധ അമ്മ പറഞ്ഞ അതേ വാക്ക് ഇന്നും നമ്മളോട് ആവർത്തിക്കുന്നുണ്ട്. എന്താണത്? അവൻ പറയുന്നത് പോലെ, അതെ, അവൻ പറയുന്നത് പോലെ കേൾക്കുക. അവനെ പറയുന്നത് പോലെ ഒന്ന് ചെയ്യുവാനായിട്ട് നമ്മളൊന്ന് ശ്രമിക്കാൻ പറ്റുമോ? പക്ഷെ അത് ഒഴികെ എല്ലാ കാര്യത്തിലും വലിയ അമ്മ ബന്ധത്തിലാണ് നമ്മൾ.
അവൻ പറയുന്ന കാര്യം ഒന്ന് ചെയ്യുവാനായിട്ട് നമ്മൾക്ക് മടിയാണ്. പക്ഷെ വലിയൊരു അമ്മ ബന്ധം എന്തുണ്ട് നമുക്കുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ കാര്യം മാത്രം നമ്മൾ കേൾക്കില്ല. ഏതാണ്? അവൻ പറയുന്നത് പോലെ ഒന്ന് ചെയ്യുവാൻ. ഈ കാലഘട്ടത്തിൽ അവൻ പറയുന്നത് എന്നത് എന്താണ്? ഈ കാലഘട്ടത്തിൽ എന്തായിരിക്കും അവൻ പറയുന്നത്? തിരുവചനമാണ്. ആ വചനം ഒന്ന് കേൾക്കുവാനായിട്ടാണ് പരിശുദ്ധ അമ്മ നമ്മളെ ഒന്ന് ഉത്ബോധിപ്പിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ സഭ ഈ കാലഘട്ടത്തിൽ 2 വിധത്തിൽ കർത്താവ് നമ്മോട് സംസാരിക്കുന്നുണ്ടെന്നാണ് പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, വചനം വായിക്കുന്നതിലൂടെ നമുക്ക് അവൻ്റെ സ്വരം കേൾക്കാൻ പറ്റും, അവനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ്. 2, അപ്പം മുറിക്കുന്നതിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? അവനെ നമുക്ക് പ്രിയപ്പെട്ടവരെ 2 കാര്യങ്ങളിലൂടെയാണ് പരിശുദ്ധ സഭ ഇന്ന് ഈ കാലഘട്ടത്തിൽ കർത്താവിനെ കാണുന്നത് എന്നുള്ളതാണ്. ഒന്ന്, വചനം മുറിക്കുന്നതിലൂടെയും 2, അപ്പം മുറിക്കുന്നതിലൂടെയാണ് കർത്താവിനെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ നമ്മളോട് ഉത്ബോധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അവൻ പറയുന്നത് പോലെ ഒന്ന് കേൾക്കാൻ. അവൻ പറയുന്നത് എങ്ങനെയാണ്? വചനത്തിലൂടെ അവൻ പറയും. ആ പറയുന്നത് നമ്മൾക്കൊന്ന് കേൾക്കുവാനായിട്ടാണ് നിങ്ങളിവിടെ കടന്നു വന്നിട്ടുള്ളത്. ഹല്ലേലൂയ. അത് 30, 60, 100 മേനിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് മാറുവാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കാര്യമായിട്ട് തന്നെ ഞാൻ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ മാത്രമല്ല, എന്നെയും കൂടെ ഉദ്ദേശിച്ചാണ്. കാര്യമായി തന്നെ ഞാൻ കുറ്റപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. എത്ര ആളുകൾ ഇങ്ങനെ സുവിശേഷം വായിക്കുന്നുണ്ട്? എത്ര ആളുകൾ ഒന്ന് ആത്മാർത്ഥമായി ചങ്കത്ത് കൈവച്ച് പറയുമോ? എത്ര നാളായി ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് സുവിശേഷം വായിച്ചിട്ട്? നമുക്കൊന്ന് വായിച്ചു തുടങ്ങിയാലോ? ഇതുപോലെ ഇങ്ങനെ ഈ ആഴ്ചയിലൊക്കെ ഇങ്ങനെ ഈ ധ്യാന കേന്ദ്രത്തിലൊക്കെ കടന്നു വരുമ്പോൾ ചിലതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് കഠിനാധ്വാനം ചെയ്തൊക്കെ താല്പര്യപൂർവ്വം എന്ത് ചെയ്യണം? അതൊക്കെ ശ്രമിക്കണം നമ്മളൊക്കെ മേടിച്ചെടുക്കാൻ. അതുകൊണ്ട് അച്ഛൻ തരുന്ന ഒരു ഹോംവർക്കാണ്. പ്രിയപ്പെട്ടവരെ, അത് അത്ര കാര്യമായിട്ട് തന്നെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എത്ര ആളുകൾ സുവിശേഷം വായിക്കുന്നുണ്ടെന്ന് ചോദ്യം അവിടെ ഇരിക്കട്ടെ. സുവിശേഷം ഒന്ന് വായിക്കുവാൻ വരുന്ന ദിവസങ്ങളൊക്കെ ഇനി നോമ്പിൻ്റെ ദിവസമാണ്, 8 നോമ്പൊക്കെയാണ്. ദൈവസ്ഥാനത്തിൽ കുറച്ചും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചിരിക്കുവാനും നോമ്പ് നോക്കുവാനും ഉപവസിക്കുവാനൊക്കെ ആയിട്ടൊന്ന് നമുക്ക് ഒരുങ്ങുന്ന ഒരു ദിവസങ്ങളാണ്. അപ്പോൾ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ മുമ്പിലേക്ക് അച്ഛനെ ഇങ്ങനെ ഒരു ചെറിയൊരു ചലഞ്ച് വെച്ചിരിക്കുകയാണ്. എന്താണ്? സുവിശേഷം ഒന്ന് വായിച്ചു തുടങ്ങും. അതൊക്കെ ഒന്ന് വായിച്ചു പുതിയ നിയമത്തിലേക്കൊന്ന് കിടന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളത് ഒരു സുവിശേഷമൊക്കെ എടുത്തൊന്ന് വായിക്കുവാനായിട്ട്, അതൊന്ന് തുടക്കമിടുവാനായിട്ട് ഇല്ലേ, നമ്മളൊന്ന് ശ്രമിച്ചു നോക്കുക. പ്രിയപ്പെട്ടവരെ, സുവിശേഷം 4 ഉണ്ട്. ഈ 4 കൂടെ കൂട്ടിയാൽ 89 അധ്യായം ഉണ്ടെന്നാണ്. 89 അധ്യായം നിസ്സാരാണ്. ഒരു അധ്യായം വെച്ച് വായിച്ചാൽ 3 മാസം കൊണ്ട് തീർക്കാവുന്ന കാര്യമുള്ളൂ. നിസ്സാരമായൊരു കാര്യം. 89 അധ്യായം, 4 സുവിശേഷങ്ങളിൽ ഇതൊക്കെ ഒന്ന് ചേർത്ത് നിർത്തിയിട്ട് നിങ്ങളൊന്ന് വായിച്ചു തുടങ്ങിയാൽ പ്രിയപ്പെട്ടവരെ അത്ഭുതം കാണുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഈ കാലഘട്ടത്തിൽ നമ്മളോട് പറയാതെ പറയുന്നത്, അവൻ പറയുന്നത് പോലെ ഒന്ന് ചെയ്യുവാനായിട്ടൊന്ന് ശ്രമിക്കാമോ? 4 സുവിശേഷം. പ്രിയപ്പെട്ടവരെ, അമ്മ മറിയം എനിക്ക് ഉണ്ടാകണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. എനിക്ക് അമ്മ ഭക്തിയാണ്, ഞാൻ വളരെ അമ്മയോടെ ചേർന്ന് നടക്കുന്ന ഒരാളാണ്, അമ്മ ഭക്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അമ്മ പറയുന്ന കാര്യം അത് കേൾക്കുവാനായിട്ടും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ആ ബോധ്യത്തോടുകൂടെ നമ്മൾ യാത്ര ചെയ്യണം. യാത്ര ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാണ്. എന്താണ്? മത്തായിയുടെ സുവിശേഷമുണ്ട്, 26-ാം അധ്യായത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ നേരെയെങ്കിലും എനിക്ക് വേണ്ടിയിട്ടൊന്ന് ഉണർന്നിരുന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഏത്? ഭൂമിയിലുള്ള ഭക്തന്മാരോട് ഈ കാലഘട്ടത്തിൽ കർത്താവ് ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണ്? 1 മണിക്കൂറെങ്കിലും ഉണർന്നിരുന്ന് നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അങ്ങനൊരു ബോധ്യം നമുക്ക് കിട്ടുന്നുണ്ടോ? യാചിക്കും നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞവൻ നമ്മുടെ മുൻപാകെ യാചിക്കുകയാണ്. 1 മണിക്കൂറെങ്കിലും. പിടുത്തം കിട്ടുന്നുണ്ടോ? തൻ്റെ ശിഷ്യന്മാരോടാണ് പറഞ്ഞത്, 1 മണിക്കൂറെങ്കിലും ഉണർന്നെഴുന്നേറ്റൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അവിടെയാണ് കർത്താവിൻ്റെ അഭ്യർത്ഥന, ഇല്ലേ? പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ഭൂമിയിലുള്ള മനുഷ്യനോട് ചോദിക്കുകയാണ്, ഈ രാത്രി 1 മണിക്കൂർ നേരം
എന്നോടൊത്ത് ഒന്ന് ഉണർന്നിരിക്കാൻ പറ്റുമോ? ഇന്ന് ഈ ബലിപീഠത്തിന് മുൻപാകെ നിന്നുകൊണ്ട് അച്ഛൻ അതേ സ്വരത്തിൽ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, ആ കർത്താവിൻ്റെ ആ തിരുവചനം എടുത്തിട്ട് 1 മണിക്കൂർ ഒന്ന് ഉണർന്നിരിക്കുവാൻ നമുക്കൊന്ന് സാധിക്കുമോ? അങ്ങനെയൊക്കെ ഒന്ന് പഠിച്ചാലും നമുക്ക്. അച്ഛൻ 1 മണിക്കൂർ ആദ്യമേ ഇത് തരുന്നില്ല. 24 മണിക്കൂർ നമുക്കുണ്ടല്ലോ നമ്മുടെ മുൻപിൽ. അതിൽ 24 മിനിറ്റ് ഒന്നും ബാക്കി വെച്ചാൽ മതി. 24 മിനിറ്റ് ബാക്കി വെച്ചാൽ മതി. ദൈവസന്നിധിയിൽ വെച്ച് കഴിഞ്ഞാൽ വലിയൊരു അനുഗ്രഹവും അത്ഭുതമായിട്ട് മാറും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്നതിനോടൊപ്പം, ഈ വചനം പഠിക്കുന്നതിനോടൊപ്പം നമുക്ക് സൗഖ്യം കിട്ടുന്നതിനോടൊപ്പം എന്ത് ചെയ്യണം? ചില പ്രാക്ടീസ് എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യണം. ബോധപൂർവം നമ്മൾ ചെയ്യണം. ഈ തിരിച്ചറിവ് ഉണ്ടാവണം. അപ്പോഴാണ് കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ പറ്റുക? ഉത്സാഹത്തോടെ, ഉണർവോടുകൂടെ ഓരോ ശുശ്രൂഷയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം പ്രിയപ്പെട്ടവരെ. ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അച്ഛൻ പറഞ്ഞത് ആ റൂട്ട് നിങ്ങൾക്ക് മനസ്സിലാകണം. കാരണം പരിശുദ്ധ അമ്മയോട് ചേർന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ തരുന്ന ഒരു സന്ദേശമാണ്. അവനോട് കൂടെ അവൻ പറയുന്നത് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ വചനം എടുത്തൊന്ന് വായിക്കുക, ആരാധനയിൽ ഒന്ന് സംബന്ധിക്കുക, ആ വചനം ഒന്ന് മുറിക്കുക. അങ്ങനെ മുറിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ മടുപ്പ് തോന്നാം. പക്ഷെ മടുപ്പ് തോന്നാതെ 1 മണിക്കൂർ വേണ്ട, 24 മിനിറ്റെങ്കിലും അവൻ്റെ സന്നദ്ധിയിലിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രമിക്കുക. ഹല്ലേലൂയ.